ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പൈൻ ഫോറസ്റ്റിന് ശേഷം നമ്മുടെ അടുത്ത യാത്ര കുട്ടിക്കാനം ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള നിഗൂഢതകൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കാടിന് നടുവിലുള്ള ഒരു കൊട്ടാരത്തിലേക്കാണ്. അമ്മച്ചി കൊട്ടാരം. ഏകദേശം 200 വർഷത്തിലധികം പഴക്കമുള്ളതാണ് ഈ കൊട്ടാരം. തിരുവിതാംകൂർ രാജാവിൻ്റെ വേനൽക്കാല വസതിയാണ് എന്ന് അറിയപ്പെടുന്നു. അന്നത്തെ കാലത്ത് ഭരണാധികാരികളുടെ ഭാര്യമാരെ അമ്മച്ചി എന്നാണ് ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നത്. ആയതിനാൽ അമ്മച്ചി താമസിച്ചിരുന്ന കൊട്ടാരത്തെ അമ്മച്ചി കൊട്ടാരമെന്ന് അറിയപ്പെട്ടു. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു ഈ പാലസ്. ഇപ്പോൾ ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ പേരിലാണ്. അകത്തോട്ട് പോകുമ്പോൾ 4 കെട്ടും നടുമുറ്റവുമൊക്കെ കാണാം. ഉള്ളിൽ 3 ബെഡ്റൂമുകളുമുണ്ട്. രാജാവിനും രാജ്ഞിക്കും തോഴിമാർക്കുമൊക്കെയുള്ള മുറികൾ നമുക്ക് കാണാൻ സാധിക്കും. അടുക്കളയും 2 ഹാളുകളും ഡൈനിങ് റൂമും സ്റ്റോർ റൂമും വലിയ വരാന്തയും നടുവഴിയുമൊക്കെയായി കുറേ കാഴ്ചകൾ പാലസിൻ്റെ ഉള്ളിലുണ്ട്. കേരളീയ ശൈലിയോടൊപ്പം തന്നെ പാശ്ചാത്യ നിർമ്മാണ രീതിയും നമുക്കിവിടെ കാണാൻ കഴിയും. കൂടാതെ നമ്മെ ഏറെ വിസ്മയിപ്പിക്കുന്ന 2 സീക്രട്ട് പാസേജും ഇവിടെയുണ്ട്. പാലസിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഒരു പ്രായമായ മനുഷ്യനായിരുന്നു. ധർമ്മലിംഗം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ചരിത്രത്തിൻ്റെ ഭാഗമായ ഈ കൊട്ടാരത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. കുറേയധികം സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായിരുന്നു ഈ കൊട്ടാരം, പ്രത്യേകിച്ച് ഹൊറർ മൂവീസ്. ഇന്ദ്രിയം, കാർബൺ, ലൂസിഫർ ഒക്കെ എടുത്തു പറയേണ്ട സിനിമകളാണ്. കൊട്ടാരത്തിൻ്റെ അടുത്തായി ഒരു കുളമുള്ളതിനാൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. എന്നാൽ അവിടെ പാലം തകർന്ന നിലയിലായിരുന്നു. കേരളത്തിൽ തന്നെ ഇത്രയും പഴക്കമുള്ള ചരിത്ര സ്മാരകങ്ങൾ അപൂർവമാണ്. നല്ല രീതിയിൽ ഈ പാലസ് മെയിൻറ്റെയിൻ ചെയ്തു പോയിരുന്നേൽ അമ്മച്ചി കൊട്ടാരം ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് അത്ഭുതവും ആകർഷകവുമായി നിലനിൽക്കുമായിരുന്നു. പെട്ടെന്ന് സൗണ്ട് ഉണ്ടായല്ലേ? എന്ത് ചെറിയ ജീവിയാണ് ഇത്ര സൗണ്ടോ? പിന്നെ അവിടുന്ന് കേൾക്കുന്നു.